നിങ്ങൾ എന്ത് ആഘോഷം നടത്തുന്നത് എല്ലാ ജില്ലയിലും വന്നിട്ട്? ഞാൻ ചോദിക്കട്ടെ സഖാക്കളെ, ആലിബാബയും 41 കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 20 കള്ളന്മാരും കൂടെ ഒരു ബസ് കയറിയിട്ട് ഈ നാട് മുഴുവൻ കറങ്ങിയിട്ട് ഒരു 2-3 മാസമല്ലേ ആവുന്നുള്ളൂ. അവരിവിടെ വന്നില്ലേ? നിങ്ങളെ ഈ മണ്ഡലത്തിൽ കൊണ്ടോട്ടി വന്നില്ലേ? 9ാമത്തെ വാർഷികമാകുമ്പോൾ നിങ്ങൾ പറയേണ്ടത് കൊണ്ടോട്ടി മണ്ഡലത്തിൽ നിന്ന് കൊണ്ടുപോയ അപേക്ഷയിൽ ഞങ്ങൾ ഇന്ന തീരുമാനമെടുത്തു എന്നാണ്. എന്തേ പറയാത്തത്? ഏത് ജാതി ബസ്സുമായിട്ട് ഞങ്ങൾ വന്നത്? എന്തെല്ലാം സൗകര്യമായിട്ടാ വന്നത്? നിങ്ങളെ മന്ത്രിമാർ ഓരോ നാട്ടിലെ ഭക്ഷണത്തെ കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകളൊന്നും എടുത്ത് വായിച്ചു നോക്ക്. എത്ര കശുവണ്ടി ആടിയോ നിങ്ങൾ അടിച്ചു മാറ്റിപ്പോയത്. പൊരിച്ച കശുവണ്ടി, നെയ്യിൽ പൊരിച്ച കശുവണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് എന്താ നിങ്ങളെ ചെറിയാനിട്ട പോസ്റ്റ് ഉണ്ടല്ലോ. നെയ്യിൽ പൊരിച്ച കശുവണ്ടി കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. നാട്ടുകാരെ കശുവണ്ടി നോക്കി പോയിട്ട് നിങ്ങൾ 5-6 മാസമായില്ലേ? എന്താ അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്? തിരിച്ചു കൊടുത്തത് എന്താ കൊടുത്തത്? എന്നിട്ടാണ് 9ാം വാർഷികം ആഘോഷിക്കാൻ ജനങ്ങളുടെ പൈസ എടുത്ത് നിങ്ങൾ പിന്നെയും വരുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, ഇന്നലെ മെനഞ്ഞാന്ന് ഈ കോഴിക്കോട് നിങ്ങൾ വാർഷിക ആഘോഷിക്കല്ലേ മെഡിക്കൽ കോളേജിൽ, എത്ര പേരാ മരിച്ചുപോയത്? എത്ര പേരാണ് ആ മെഡിക്കൽ കോളേജിലെ ICUവിൽ നിങ്ങളുടെ ഒരു മാത്രം നിങ്ങളുടെ ഒരു അറ്റൻഷൻ ഇല്ലാതെ മരിച്ചുപോയവർ? എന്നിട്ട് ആരോഗ്യമന്ത്രി വന്ന് വിടുവായത്വം പറഞ്ഞു പോയില്ലേ? അവിടെ വന്നു പോയില്ലേ? ഇവിടെ കേരളത്തിൽ ആലോചിക്കേണ്ടത് അവർ കൊല്ലപ്പെട്ടതാണ്. ആ മനുഷ്യർ കൊല്ലപ്പെട്ടത് നിങ്ങളുടെ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് കൊല്ലപ്പെട്ടു പോയവർ ഈ തൊട്ടടുത്ത്. ആ സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ വാർഷികം ആഘോഷിക്കുന്നത്. നിങ്ങൾ വളരെ കൃത്യമായി അവർക്കറിയാം ജനങ്ങൾക്കൊന്നും വേണ്ട, ജനങ്ങൾ ഇത് മൈൻഡ് ചെയ്യണില്ല. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ദിവസം പോയിട്ട് നിങ്ങൾ ഡീസൽ അടിച്ച് വരണില്ലേ? പെട്രോൾ അടിച്ച് വരണില്ലേ? ഒരു തിരിച്ചു പോകുമ്പോ ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരു കുറിപ്പിട്ടോ, ഇതെന്തൊരു വിലയാണ്. എന്നിട്ടിപ്പോ MA ബേബി അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായ പൊട്ടത്തിൽ അന്നലെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞെന്താണ്? ട്രംപ് ലോകത്തിന്റെ പ്രസിഡന്റ് ആവാൻ ശ്രമിക്കരുത്, ഞങ്ങൾ ട്രംപിനെ നിരീക്ഷിച്ചു വരികയാണ്. ട്രംപ് പേടിച്ചു പറിച്ചു എന്നാ കേട്ടത്. ട്രംപിനെ നിരീക്ഷിച്ചു വരികയാണ്. ആര്? MA ബേബി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ പിണറായി വിജയനെ പോലും നിരീക്ഷിക്കാൻ ആപതില്ലാത്തൊരു പാർട്ടിയാണ് ചങ്ങായി നിങ്ങൾ ഈ CPM എന്ന് പറയുന്ന തള്ളിനൊക്കെ ഒരു പരിധി വേണ്ടേ? നിരീക്ഷിച്ചു വരിക അത്രേ ട്രംപിനെ. ഇവിടെ ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ട്, നിരീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ? അയാൾ എന്താ ചെയ്യുന്നത് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? അയാൾക്കെന്തൊരു കമന്റ് പറയുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. എന്നിട്ട് ട്രംപിനെ നിരീക്ഷിക്കാൻ പോവാണ് ഇയാള്. എന്തൊരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ ഈ ട്രംപ് ചെയ്തിട്ടുള്ള അബദ്ധങ്ങളുടെ ഒരു പേമാരി ഉണ്ട്. കാര്യം എന്താ അറിയോ? അയാളൊരു റൈറ്റ് പൊളിറ്റീഷ്യനാണ്. നിങ്ങളെ മോഡിനെ പോലെ ഇടതുപക്ഷം എന്ന കള്ളപ്പേരിൽ വലതുപക്ഷത്ത് നിൽക്കുന്ന പിണറായി വിജയനെ പോലെ ഇയാളും ഒരു റൈറ്റ് പൊളിറ്റീഷ്യനാണ്. അതിന്റെ ഫലം എന്താണെന്നറിയോ? അയാൾക്ക് ഭരിക്കാൻ അറിയൂല, വൈകാരികത അറിയുള്ളൂ. അതിന്റെ ഫലമാണ് ഈ നികുതി. ഇപ്പോ ഇയാളുടെ പൊട്ടത്തരം തീരുമാനത്തിന്റെ ഫലമായി ലോകത്തുണ്ടായ